സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അനാദരവ് എന്ന ആക്ഷേപം. പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ ലംഘിച്ച് അവസാന നിരയിൽ ഇരുത്തിയ സംഭവമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷത്തിന്റെ ഔദ്യോഗിക തുടക്കമിട്ട ചടങ്ങിൽ ഒളിമ്പിക് മെഡൽ ജേതാക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധി അവസാന നിരയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. പ്രോട്ടോകോൾ പ്രകാരം ഒന്നാം നിരയിൽ പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടം നൽകണമെന്നിരിക്കെ നടപടി അനാദരവാണെന്നാണ് പ്രധാന വിമർശനം ഉയരുന്നത്. ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. വെളുത്ത കുർത്ത പൈജാമ ധരിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുർജന്ത് സിംഗിന്റെ അരികിൽ ഇരിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മനു ഭാക്കർ, സർബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരകളിൽ ഇരുന്നിരുന്നത്. ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമർപ്രീത് സിംഗ്, PR ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇരിക്കുന്നതായി കാണാം. പ്രോട്ടോകോൾ അനുസരിച്ച് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് എല്ലായ്പ്പോഴും മുൻനിരയിൽ ഇരിപ്പിടം നൽകേണ്ടതാണ്. ഇതാണ് അവഗണിക്കപ്പെട്ടത്. മുൻനിരയിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അമിത് ഷാ, S ജയശങ്കർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മുൻനിര ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് അനുവദിച്ചിരുന്നതിനാലാണ് രാഹുൽ ഗാന്ധിയെ അവസാന നിരയിലേക്ക് മാറ്റേണ്ടി വന്നത് എന്നാണ് ബന്ധപ്പെട്ട മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിട ക്രമീകരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായതിന് പിന്നാലെയായിരുന്നു ഈ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യദിന പരിപാടിയുടെ നടത്തിപ്പും ഇരിപ്പിട പദ്ധതികൾ തയ്യാറാക്കലുമെല്ലാം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതലയാണ്. ഈ പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിന് ആദ്യത്തെ ഏതെങ്കിലും നിരകളിലാണ് സാധാരണയായിട്ട് ഇരിപ്പിടം നൽകാറുള്ളത് എന്നും ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള BJP ഭരണകാലത്ത്, അതായത് സോണിയാഗാന്ധിക്ക് എല്ലായ്പ്പോഴും ഒന്നാം നിരയിൽ സീറ്റ് അനുവദിച്ചിരുന്നുവെന്നും ചില സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു പാർട്ടിക്കും സഭയുടെ 10-1 അംഗബലമില്ലാത്തതിനാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം 10 വർഷമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. അതേസമയം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചിരുന്നു. അഴിമതി നിറഞ്ഞ ഭരണരാജ്യം മറികടന്നു എന്നാണ് മോദി പറഞ്ഞിരുന്നത്. അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലർ ഇപ്പോഴും രാജ്യത്തുണ്ടെന്നും അവർ അഴിമതിക്കാരെ പൂഴ്ത്തിവെക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100-ലേറെ സീറ്റ് ലഭിച്ചതോടെയാണ് 10 വർഷം കാലമായിരുന്ന പ്രതിപക്ഷ നേതാവ് പദവിക്ക് അവകാശിയായത്. 99 സീറ്റുകളാണ് ലഭിച്ചതെങ്കിലും സ്വതന്ത്രമായി മത്സരിച്ച ചില അംഗങ്ങൾ കോൺഗ്രസിനൊപ്പം ചേർന്നതോടെയാണ് 100 കടന്നത്. 2014-19 പൊതു തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 44.52 സീറ്റുകൾ കോൺഗ്രസ് നേടിയതിനാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അർഹത ഉണ്ടായിരുന്നില്ല. അതേസമയം സർക്കാരിന്റെ നടപടിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ അപമാനിക്കുന്നതാണ് സർക്കാരിന്റെ നടപടി എന്നാണ് വിമർശനം. എന്തു തന്നെയായാലും മോദി ഈ കാണിച്ചത്, അല്ലെങ്കിൽ BJP സർക്കാർ ഈ കാണിച്ച നയം എന്ന് പറയുന്നത് വളരെ തെറ്റ് തന്നെയാണ്. എങ്ങനെ പോയാലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ തന്നെ സീറ്റ് കൊടുക്കേണ്ടതാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് നമ്മൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവകാശങ്ങളെ പറ്റിയാണ്. എന്നാൽ ഇവിടെ ഈ ലംഘിക്കപ്പെടുന്നത് പല അവകാശങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ആ മുൻനിരയിൽ ഇരിക്കാനുള്ള അവകാശം പോലും മോദിയും അല്ലെങ്കിൽ BJPയും പൂഴ്ത്തിവെച്ചത്.